ഉപ്പിനും മുളകിനും തൊട്ട് അവശ്യ സാധനങ്ങൾക്കെല്ലാം വിലക്കയറ്റം സൃഷ്ടിച്ച ഒരു സർക്കാരിനെ നമുക്ക് മറക്കുവാൻ കഴിയുമോ? കേന്ദ്ര സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും പേരിൽ നടത്തുന്ന കൊള്ള കൂടാതെ ഇവിടുത്തെ സംസ്ഥാന ടാക്സിന്റെ പേരിലുള്ള എക്സ്ട്രാ കൊള്ളയും അതുകൂടാതെയുള്ള സെസ് എന്ന പേരിൽ പെൻഷൻ കൊടുക്കുവാൻ എന്ന വ്യാജേന നടത്തിയ അധിക കൊള്ളയും നമുക്ക് മറക്കുവാൻ കഴിയുമോ? എന്നിട്ട് പാവപ്പെട്ട പെൻഷൻ ബെനിഫിഷ്യറീസിന് പെൻഷൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. KSRTC ജീവനക്കാർക്ക് പെൻഷൻ കൊടുത്തോ? ഇല്ല. KSRTC കട്ടപ്പുറത്താക്കിയില്ലേ? ആക്കി. അരിപ്പടി കൊണ്ട് നിർമ്മിച്ച സ്കൂളുകൾ ഇടിഞ്ഞു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ സ്കൂളുകളെ കേരളത്തിന്റെ ലഹരി മാഫിയ കയ്യേറുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത പോലീസിന്റെ നിസ്സഹായാവസ്ഥ നമ്മൾ കണ്ടു. ആ പോലീസ് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഹെൽമറ്റ് വെക്കാതെ പോകുന്ന ചെറുപ്പക്കാരെ ലാത്തിക്കെറിഞ്ഞ് വീഴ്ത്തുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് പോയ വരാപ്പുഴയിലെ ശ്രീജിത്തിനെ നെടുങ്കണ്ടത്തെ രാജ്കുമാറിനെ ഉരുട്ടിക്കൊന്ന പോലീസിനെ നമ്മൾ കണ്ടു. മൊബൈൽ മോഷ്ടിച്ചു എന്ന വ്യാജന ഒരു പിഞ്ചു കുഞ്ഞെ അപമാനിച്ച പിങ്ക് പോലീസിന്റെ ക്രൂരതയെ നമ്മൾ കണ്ടിട്ടുണ്ട്. നക്സൽ വേട്ടയുടെ പേര് പറഞ്ഞ് പാവപ്പെട്ട ആദിവാസികൾക്ക് നേരെ നടത്തിയ പോലീസുകാരുടെ ക്രൂരമായ ലാത്തി ചാർജും അതുപോലെ തന്നെയുള്ള എൻകൗണ്ടറുകളും കേരളം സാക്ഷ്യം വഹിച്ചു. വർഗീയത പറയുന്നവരെ ഒപ്പം കൂട്ടി യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ ഒരു വർഗീയവാദിയായി മാറുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. സ്ത്രീ സുരക്ഷയെ PR വേണ്ടിയിട്ടും രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുവാനും വേണ്ടി മാത്രം ഉപയോഗിക്കുകയും യഥാർത്ഥ സ്ത്രീ സുരക്ഷ നടപ്പിലാക്കാതിരിക്കുകയും ചെയ്ത സർക്കാർ. പകലന്തിയോളം പണിയെടുക്കുന്ന പാവപ്പെട്ട ആശാവർക്കർക്കും അംഗനവാടി ജീവനക്കാർക്ക് മിനിമം ശമ്പളം പോലും കൊടുക്കാതെ അവരെ സെക്രട്ടേറിയറ്റിലേക്ക് സമരത്തിന് വർഷങ്ങളോളം പറഞ്ഞുവിട്ട സർക്കാർ. ഒരുപാട് സ്വപ്നങ്ങളുമായി പഠിക്കുവാനായി ചുരം കയറി ചെന്ന സിദ്ധാർത്ഥനെ ഉരുട്ടിക്കൊന്ന SFIക്കാരന്റെ ഇടിമുറികളെ പറ്റി നമുക്ക് മറക്കുവാൻ കഴിയും. വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പലിന് ശവമഞ്ചം ഒരുക്കുകയും മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പലിന്റെ കസേര കത്തിക്കുകയും ചെയ്ത SFIക്കാരന്റെ ഗുരുതെന്ന് നമുക്ക് മറക്കുവാൻ കഴിയും. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ ബാലറ്റ് വിഴുങ്ങുന്ന SFIക്കാരെ നമുക്ക് മറക്കുവാൻ കഴിയും. പാവപ്പെട്ടവന് ലൈഫിലൂടെ വീട് നൽകാതിരിക്കുകയും മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്തിന് ക്ലിഫ് ഹൗസിൽ 42 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്ത സർക്കാരിന്റെ ദൂർത്തും ഇരട്ടത്താപം നമുക്ക് മറക്കുവാൻ കഴിയും. പാർട്ടി അനുഭാവി ആയിരുന്നിട്ട് കൂടി ADM നവീൻ ബാബുവിനെ ക്രൂരമായി അധിക്ഷേപിച്ച് കൊലപ്പെടുത്തിയ CPM നേതൃത്വത്തെ നമുക്ക് മറക്കുവാൻ കഴിയും. CPMകാർ സമരം ചെയ്ത് പൂട്ടിച്ച കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങളെ പറ്റി നമുക്ക് മറക്കുവാൻ കഴിയുമോ? ആന്തൂർ സാജനെ കൊന്നതിന് ശേഷം ആ സാജന്റെ ഭാര്യയെ പോലും അധിക്ഷേപിച്ച് നമുക്ക് മറക്കുവാൻ കഴിയും. ശരത് ലാലിനെയും കൃപേഷിനെയും ഷുഹൈബിനെയും അരിയിൽ ഷുക്കൂറിനെയും കൊന്നൊടുക്കിയ CPMന്റെ നരാധമ രാഷ്ട്രീയത്തെ നമുക്ക് മറക്കുവാൻ കഴിയും. അഭിമന്യുവിനെ മറന്ന് SDPIയുമായിട്ട് കൂട്ടുകൂടുകയും ധനരാജനെ മറന്ന് RSSുമായി കൂട്ടുകൂടുകയും ചെയ്ത CPMന്റെ വർഗീയ രാഷ്ട്രീയ പ്രീണനത്തെ നമുക്ക് മറക്കുവാൻ കഴിയും. 2016 കേരളത്തിന്റെ ആകെ കടം 1,60,000 നിന്ന് 2026 ആകുമ്പോഴത്തേക്കും 4,60,000 വർദ്ധിപ്പിച്ച് കേരളത്തെ കടക്കണിയിലേക്ക് തള്ളിവിട്ട കേരള സർക്കാരിന്റെ സാമ്പത്തിക ദൂരത്തിനെ പറ്റി നമുക്ക് മറക്കുവാൻ കഴിയും. വെള്ളക്കരം വർദ്ധിപ്പിച്ച, വീട്ടുകരം വർദ്ധിപ്പിച്ച, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച, ബസ് ചാർജ് വർദ്ധിപ്പിച്ച, കോർട്ട് ഫീസ് ചാർജ് വർദ്ധിപ്പിച്ച, ബർത്ത് സർട്ടിഫിക്കറ്റ് തൊട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് വരെയുള്ള എല്ലാ സേവനങ്ങളുടെയും ചാർജ് വർദ്ധിപ്പിച്ച ഈ സർക്കാരിന് നമുക്ക് മറക്കുവാൻ കഴിയും. കാട്ടാനകളും കാട്ടുമൃഗങ്ങളും നാട്ടിലിറങ്ങി മനുഷ്യന്മാരെ പട്ടാപ്പകൽ ചവിട്ടിക്കൊല്ലുന്ന കാഴ്ച നമുക്ക് മറക്കുവാൻ കഴിയും. കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യന്റെ കൃഷിയെ നശിപ്പിക്കുന്ന കാഴ്ച, ആ കാഴ്ചയെ നിസ്സംഗതയോടുകൂടി നോക്കി നിൽക്കുന്ന സർക്കാരിന്റെ മനോഭാവത്തെ നമുക്ക് മറക്കുവാൻ കഴിയും. ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണം കടത്തിയ മുഖ്യമന്ത്രിയുടെ വലങ്കയ്യായ ശിവശങ്കറിനെയും ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തിയ മുഖ്യമന്ത്രി ഇടങ്കയ്യായ പത്മകുമാറിനെ നമുക്ക് മറക്കുവാൻ കഴിയുമോ? സ്വർണ്ണക്കടത്തിനെ നമുക്ക് മറക്കുവാൻ കഴിയും. ശബരിമലയിലെ വിശ്വാസികളെ വേദനിപ്പിച്ച, ക്രിസ്തുമത വിശ്വാസികളെ വേദനിപ്പിച്ച, ഇസ്ലാം മത വിശ്വാസികളെ വേദനിപ്പിച്ച, വിശ്വാസത്തെ തന്നെ വേദനിപ്പിച്ച ഒരു സർക്കാരിനെ നമുക്ക് മറക്കുവാൻ കഴിയും. ചരിത്രത്തിലാദ്യമായി ശമ്പളം കൊടുക്കാത്ത സംസ്ഥാന സർക്കാർ ജീവനക്കാരെ വഞ്ചിച്ച സർക്കാരിനെ നമുക്ക് മറക്കുവാൻ കഴിയുമോ? പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ KSRTC ജീവനക്കാർ ആത്മഹത്യ ചെയ്തത് നമുക്ക് മറക്കുവാൻ കഴിയുമോ? കൃത്യമായി 1-ാം തീയതി ശമ്പളം കിട്ടാത്ത KSRTC ജീവനക്കാരെ നമുക്ക് മറക്കുവാൻ കഴിയുമോ? സ്വിഫ്റ്റ് കമ്പനി ഏൽപ്പിച്ച് KSRTC കട്ടപ്പുറത്താക്കിയ സർക്കാരിനെ നമുക്ക് മറക്കുവാൻ കഴിയുമോ? വയനാട് ദുരന്തത്തിന്റെ മറവിൽ ഊരാളുങ്കൽ എന്ന് പറയുന്ന വെള്ളാനെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തിയ തീവെട്ടിക്കൊള്ളയെ പറ്റി നമുക്ക് മറക്കുവാൻ കഴിയുമോ? ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ്റിൽ നിന്ന് കത്രിക എടുക്കുവാൻ മറന്നതും കൂട്ടിരിക്കുവാൻ പോയ ബൈസ്റ്റാൻഡർ കെട്ടിടം ഇടിഞ്ഞു വീണു മരിച്ചതും ആശുപത്രിയിൽ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ ആരോ വന്ന് കുത്തിക്കൊന്നതും ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും വലിയ നട്ടലായ നഴ്സുമാർ സ്ഥിരമായി സമരം ശമ്പളത്തിന് വേണ്ടി ചെയ്യേണ്ടി വരുന്നതുമൊക്കെ ആരോഗ്യ മേഖലയിലെ സ്ഥിരം കാഴ്ചയായി മാറുകയാണ്. മരുന്നില്ലാത്ത